So next, we need libraries used for deep learning. So first we have TensorFlow. അത് ഡെവലപ്പ് ചെയ്തത് ഗൂഗിൾ ബ്രെയിൻ ടീമാണ്. ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ ആൻഡ് സപ്പോർട്ട്സ് ബോത്ത് ഡീപ്പ് ലേണിംഗ് ആൻഡ് general numerical computation. Works on CPUs, GPUs, and TPUs. Language support Python, C++, Java, Go, etc. Then Keras. Actually ഇതിപ്പോൾ രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. We have combined TensorFlow and Keras. Keras actually initially developed ചെയ്തിരുന്നത് independently ആണ്. Now it's part of TensorFlow. It is very user friendly and beginner friendly, and so it integrates seamlessly with TensorFlow. ഇതിൻ്റെ language support Python. Then we have PyTorch. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്ക് AI റിസർച്ച് ആണ്. ഇത് ഇത് റിസർച്ച് ഫീൽഡിൽ widely used ആണ് because it has a rich ecosystem. നമുക്കിപ്പം ഇമേജ് ടാസ്കുകൾക്ക് ടോർച്ച് വിഷൻ, ടെക്സ്റ്റ് ടാസ്കുകൾ ടോർച്ച് ടെക്സ്റ്റ്, അങ്ങനെ ഓരോ ഫീൽഡിലും യൂസ് ചെയ്യാൻ പല പല ടൂൾസ് ഉണ്ട്. ദെൻ ഇത് കുറച്ച് ഇത് നമ്മൾ കോഡ് ചെയ്ത് പോകുമ്പോൾ ഒരു ഡൈനാമിക് കോമ്പ്യൂട്ടേഷണൽ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തു, വിച്ച് ഇസ് ലൈക്ക് ഒരു കോമ്പ്യൂട്ടേഷണൽ ഗ്രാഫ് ഓർ സ്ട്രക്ചർ ദാറ്റ് നമ്മൾ ചെയ്യുന്ന കോഡിൽ ചെയ്യുന്ന ഓപ്പറേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. ആൻഡ് അത് നമുക്ക് ഡീബഗിങ്ങിൽ നമുക്കത് സഹായകമാണ്. സോ ഇത് നംപൈയും പൈത്തണായിട്ടും എളുപ്പത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ലാംഗ്വേജ് സപ്പോർട്ട് പൈത്തൺ, C++. വേറെയും ടൂൾസ് ആൻഡ് ലൈബ്രറീസ് ഉണ്ട്. CNTK, JAX, Paddle, Tiano, MXNet. സോ നമ്മൾ ഇവിടുത്തെ കോഴ്സിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് TensorFlow ആണ്. സോ we can start building neural networks using TensorFlow. രണ്ട് മെത്തേഡ് ഉണ്ട്, സീക്വൻഷ്യൽ മെത്തേഡും ഫങ്ഷണൽ മെത്തേഡ്. സീക്വൻഷ്യൽ എന്ന് പറയുമ്പോൾ സിമ്പിൾ, സ്ട്രേറ്റ് ഫോർവേഡ്, നമ്മൾ ഓരോ ലെയർ വൺ ആഫ്റ്റർ ദി അതർ ആഡ് ചെയ്ത് പോകുന്നു. ഫങ്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ, നമുക്ക് ഡിസൈൻ ചെയ്യാം, ലെയേഴ്സ് തമ്മിൽ കണക്ഷൻസ് അങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് കുറേ കൂടി കോംപ്ലക്സ് ആർക്കിടെക്ചേഴ്സ് ബിൽഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. വേറെ ടൈപ്പ് ലെയേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ.